ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നമ്മുടെ ഫോട്ടോ വെച്ച് വാട്സപ്പിൽ സ്റ്റിക്കർ ഉണ്ടാക്കിയാലോ? വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യം അത് ഇൻസ്റ്റാൾ ചെയ്യാം. ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന വിൻഡോ ഇങ്ങനെയായിരിക്കും. നമ്മൾ പ്രീമിയം ഓപ്ഷനാണ്, നമുക്കതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുക ഇങ്ങനത്തെ ഒരു വിൻഡോ ആണ്. ഇത് നമ്മൾ ക്രിയേറ്റ് ന്യൂ സ്റ്റിക്കർ എന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുക ഇങ്ങനത്തെ ഒരു വിൻഡോ ആണ്, നോർമൽ ആൻഡ് ആനിമേറ്റഡ്. ആനിമേറ്റഡ് എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വാട്സപ്പ് സപ്പോർട്ട് ചെയ്യുന്നില്ല. അതൊരു പെയ്ഡ് വേർഷൻ കൂടിയാണ്, നമുക്കതിൻ്റെ ആവശ്യമില്ല. നോർമൽ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. നമുക്ക് നോർമൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക നമ്മുടെ ഗാലറിയിലേക്കാണ് ആ ഓപ്ഷൻ പോകുന്നത്. നമ്മൾ ഗാലറി ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് സ്റ്റിക്കർ ചെയ്യേണ്ട ഫോട്ടോ നമ്മൾ ചൂസ് ചെയ്യുക. ഞാൻ ഈ ഫോട്ടോ ആണ് എടുത്തിട്ടുള്ളത്. ഇവിടെ 3 ഓപ്ഷൻസ് ആണ് ഇവർ തന്നിട്ടുള്ളത്. ഇപ്പം സർക്കിൾ ക്രോപ്പ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു റൗണ്ട് സർക്കിൾ ടൈപ്പിൽ നമുക്കൊരു ക്രോപ്പ് ചെയ്യാനായിട്ട് പറ്റും. റെക്ടാങ്കിൾ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെക്ടാങ്കിൾ ഷേപ്പിൽ നമുക്ക് ആ റെക്ടാങ്കിളിൻ്റെ ഷേപ്പിൽ നമുക്ക് ക്രോപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ഞാൻ ഓട്ടോ ക്രോപ്പ് എന്നുള്ളിടത്താണ് ക്ലിക്ക് ചെയ്തിട്ടുള്ളത്. ഓട്ടോമാറ്റിക്കായിട്ട് അത് ക്രോപ്പ് ആവും. ഓട്ടോ ക്രോപ്പ് ചൂസ് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫോട്ടോ ഓൾറെഡി സ്റ്റിക്കർ ആയിട്ടുണ്ട്. ഇതിൽ ഈ നമുക്ക് കറക്ഷനുകൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൽ ഒരുപാട് നല്ല ഓപ്ഷൻസ് ഉണ്ട്. ടെക്സ്റ്റ്, നമുക്കിപ്പം സ്റ്റിക്കറിലെ ടെക്സ്റ്റുകൾ, ഡെക്കറേറ്റുകൾ, ബോർഡർ, പിന്നെ നമ്മുടെ സൈഡിലുള്ള ഇറേസ് ചെയ്യാൻ പറ്റും. നമുക്ക് മോശം എഡ്ജുകളെല്ലാം നമുക്ക് വളരെ ഷാർപ്പായിട്ട് നമുക്ക് ഇറേസ് ചെയ്യാനായിട്ട് പറ്റും. അതിനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. മൂവ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പിക്ചേഴ്സിന് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ ടെക്സ്റ്റുകൾ എടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ പേര് ഇവിടെ അടിക്കുകയാണ്. ഞാൻ ഫൈസൽ എന്ന് അടിച്ചു. ഇപ്പോൾ അതവിടെ വന്നിട്ടുണ്ട്. ഫൈസൽ എന്നുള്ള ടെക്സ്റ്റ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ നമുക്ക് അവിടെ ആരോ വലിച്ചു നീക്കാൻ നമുക്ക് സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനൊക്കെ പറ്റും. അതിന് തന്നെ ആ റൊട്ടേഷനുള്ള ഇതിനെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ക്രിയേറ്റ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ എടുക്കുകയാണ്. ഒരു രക്ഷയില്ല, നല്ല കിഡിലൻ പോലെ നല്ല സ്റ്റൈലായിട്ടുള്ള ഡെക്കറേഷനുകളാണ് ഇതിൻ്റെ അകത്തുള്ളത്. ടഗ്ഗായിട്ടുള്ള സംഭവങ്ങൾ, ഗ്ലാസ്. ഇതിൽ ഈ ഡയമണ്ട് ചിഹ്നം കൊടുത്തിട്ടുള്ളതെല്ലാം പെയ്ഡ് വേർഷനാണ്. നിങ്ങളത് പേ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി നല്ല ക്വാളിറ്റിയിൽ കിട്ടും. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നല്ല രസമുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ഓപ്ഷൻസാണ് ഇവരോട് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഞാൻ ഒരെണ്ണം ചൂസ് ചെയ്യണം. ഇവിടെ തഗ് ലൈഫ് എന്നുള്ളത് എടുത്താണ്. ഞാനതൊന്ന് അലൈൻ ചെയ്യാം. ഇതുപോലെ ഒരുപാട് ഇതിൻ്റെ അകത്തുണ്ട്. ഡെക്കറേറ്റിൽ പോയിട്ട് നമുക്ക് ആവശ്യമുള്ളതനുസരിച്ച് നമ്മൾ എടുത്ത് നമുക്ക് ഓരോ രസമുള്ള ബർത്ത്ഡേ അതുപോലെയുള്ള മറ്റുള്ള ഓരോ ഒക്കേഷനും നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഒരുപാട് എഫക്റ്റുകൾ അതിൻ്റെ അകത്തുണ്ട്. അടുത്തൊരു ഓപ്ഷൻ കൂടി നമുക്ക് നോക്കാം. ഇത് ബോർഡർ എന്നുള്ള ഒരു ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. ഞാനിതിവിടെ ഓഫാക്കി ഇട്ടൊക്കെയാണ്. ഈ ബോർഡർ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റിക്കേഴ്സിന് ബോർഡർ കൊടുക്കാനായിട്ടാണ്. അത് എനിക്ക് ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ അത് ഓഫ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളത് ഓണാക്കിയിട്ട്. ഇതൊരു എഫക്റ്റാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഇറേസർ. നമ്മളിപ്പോൾ സ്റ്റിക്കറിൻ്റെ സൈഡെല്ലാം എഡ്ജെല്ലാം ഒരുപാട് ബോറായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതെല്ലാം റിമൂവ് ചെയ്ത് നല്ല രസമായിട്ട് തന്നെ നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. അതെങ്ങനെ കൂടി നോക്കാം. നമുക്കിത് ഈ സ്റ്റിക്കറിൻ്റെ എഡ്ജെല്ലാം എങ്ങനെ റിമൂവ് ചെയ്യാൻ നോക്കാം. അതിനുള്ളൊരു ഓപ്ഷനാണ് ഇറേസർ. ഇറേസർ എടുത്ത് അതേമാതിരി പിക്ചർ ലേശം സൂം ചെയ്യുക. സൂം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് സൈഡും ഇങ്ങനെ ജസ്റ്റ് നമ്മൾ ഫോട്ടോഷോപ്പിലൊക്കെ ചെയ്യുന്ന പോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്താൽ മതി. ജസ്റ്റ് മൂവ് ചെയ്ത് ബ്രഷ് സൈസ് കൂട്ടി ഒബ്ജക്റ്റ് ഒന്ന് സൂം ചെയ്യുക, സൈഡാക്കുക. നിങ്ങളതുപോലെ ചെയ്ത് നോക്കുക. നല്ല രസമായിട്ടുള്ള നമുക്ക് ഒബ്ജക്റ്റിൻ്റെ ഒക്കെ സൈഡെല്ലാം നമ്മൾ ഫോട്ടോയുടെ ഒക്കെ സൈഡെല്ലാം ഭയങ്കര ബോറായിട്ട് കാണാറുണ്ട് പല സ്റ്റിക്കറുകളിലും. നമുക്കത് ഈ ആപ്ലിക്കേഷനിൽ നമുക്കത് വളരെ ഈസി ആയിട്ട് തന്നെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. വളരെ നല്ലൊരു ഓപ്ഷനാണ് അവർ കൊടുത്തിട്ടുള്ളത്. അത് നല്ല സ്മൂത്തായിട്ട് തന്നെ അത് വർക്ക് ആവുന്നുണ്ട്. ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഏകദേശം ഐഡിയകളൊക്കെ മനസ്സിലാവും. നമ്മൾ ഇത് സേവ് ചെയ്യാൻ പോവുകയാണ്. ഈ സ്റ്റിക്കറിന് നമ്മൾ എങ്ങനെയാണ് നമ്മൾ വാട്സപ്പിൽ സേവ് ചെയ്യാം എന്നുള്ളത് നോക്കാം. സേവ് ചെയ്യടിക്കുമ്പോൾ നമ്മൾ ആഡ് ന്യൂ പാക്ക് എന്നുള്ള ഒരു ഓപ്ഷനാണ് വരുന്നത്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ചെയ്ത സ്റ്റിക്കർ നമുക്കൊരു വേറൊരു ഫോൾഡറായിട്ട്, വേറെ സ്റ്റിക്കറിൻ്റെ വേറെ ഫോൾഡറായിട്ട് നമുക്ക് ഏത് പേര് വേണമെങ്കിലും കൊടുക്കാം. അതിൽ വന്നിട്ടുണ്ട്. സേവ് അടിക്കുക. സേവ് അടിക്കുമ്പോൾ നമ്മളോട് ചോദിക്കുന്നത് വുഡ് യു ലൈക്ക് ടു മൈ സ്റ്റിക്കർ 3 to വാട്സപ്പ്. നമ്മൾ വാട്സപ്പിൽ ഈ സ്റ്റിക്കർ ഓപ്പൺ ചെയ്യണോ? ഈ വാട്സപ്പിലേക്ക് നമ്മൾ വാട്സപ്പിൻ്റെ സ്റ്റിക്കർ ഫോൾഡറിലേക്ക് ഈ സ്റ്റിക്കർ
സേവ് ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത്. നമ്മളിത് ആഡ് ചെയ്യുക. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് നമുക്കത് എങ്ങനെയാണ് വർക്ക് ആവുന്നത് കൂടി നോക്കാം. ഞാൻ എൻ്റെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വാട്സപ്പ് ഓപ്പൺ ചെയ്തു. ഇതിൽ ആ സ്റ്റിക്കർ മറ്റുള്ള സ്റ്റിക്കറിൽ കണ്ടില്ലേ, ഇതുപോലെ ഞാൻ ഇപ്പം ചെയ്ത സ്റ്റിക്കറുകളെല്ലാം അതിലത് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്യുക. നമ്മൾ ഏത് പേരാണ് കൊടുക്കുന്നത് ആ പേരിൽ ആ സ്റ്റിക്കർ ഓട്ടോമാറ്റിക്കലി അവിടെ സേവ് ആവും. അത് ചെയ്ത് നോക്കുക. നല്ല ക്വാളിറ്റി ഉള്ള ഒരു ആപ്പാണ്. നമ്മൾ സ്റ്റിക്കറിൻ്റെ ആപ്ലിക്കേഷൻ ഒരുപാടുണ്ട്, പക്ഷെ ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ഷാർപ്പായിട്ട് നല്ല സ്മൂത്തായിട്ട് വർക്ക് ആവുന്നുണ്ട്, ഒരുപാട് എഫക്റ്റുകളുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചെയ്ത് നോക്കുക. വീണ്ടും അടുത്തൊരു